ഹലോ ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി പോസിറ്റീവ് റേഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് പോസിറ്റീവ് റേഡിയോ കേൾക്കുന്നതെങ്കിൽ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡേ 1 തൊട്ടിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് അറിയാവുന്നവരാണ് എല്ലാവരും. എന്നാൽ പലപ്പോഴും ഇത് മറന്നു പോകാറുണ്ട്. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ ഭക്ഷണം സമയത്തിന് കഴിക്കുവാനും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുവാനും മറന്നു പോകുന്നവരായിരിക്കും പലരും. ഇനി മുതലെങ്കിലും ചിന്തിച്ചു തുടങ്ങുക. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമുക്ക് ആഗ്രഹങ്ങൾ വേണം, സ്വപ്നങ്ങൾ വേണം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. ആ പോകുന്ന യാത്രയിൽ നമ്മുടെ ആരോഗ്യം നോക്കാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. എല്ലാ ദിവസവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പലരും ചിന്തിക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിലേ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റൂ, എങ്കിലല്ലേ നല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂ, നട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂ. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടും നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ആദ്യമേ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. 3 ലിറ്റർ എങ്കിലും ഒരു ദിവസം കുറഞ്ഞത് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഒരു കുപ്പി നിറയെ വെള്ളം ഒരുമിച്ച് കുടിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ചായിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമുക്ക് ഒരു തവണ ദാഹം തോന്നി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ 5-10 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ചായിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം 3 ലിറ്റർ വെള്ളം കുടിക്കാനും പറ്റും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തൊട്ടേ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വെള്ളം കുടിക്കാതെ ഒരു അരമണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കുക. അതിനുശേഷവും ഒരു അരമണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഭക്ഷണം വേഗം ദഹിക്കാനായിട്ടൊക്കെ നല്ലതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചാലേ പറ്റൂ എന്നുള്ളവർക്ക് ഇളം ചൂടുവെള്ളം കുടിക്കാം. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് കഴിക്കാം. അതും അല്ലെങ്കിൽ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അധികം ക്യാഷ് ആവത്തുമില്ല. ഏറ്റവും നല്ലത് രാവിലെ ഒരു 11-11:30 ആ ഒരു സമയത്ത് കഴിക്കുന്നതാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മധുരം കഴിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ, അതായത് പാക്കറ്റ് ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ലോട്ടസ് സീഡ് അല്ലെങ്കിൽ പൂൾ മക്കാന എന്ന് പറയും. ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അത് ക്രിസ്പിയുമാണ്. അതിൻ്റെ കൂടെ സ്വീറ്റ് വേണമെങ്കിൽ നമുക്ക് ശർക്കര ചേർത്തിട്ടുണ്ടാക്കാം. ഇനി അതല്ല, ക്രിസ്പി ആയിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട ഇച്ചിരി എരിയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അത് നട്ട്സ് പോലെ തന്നെ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് 1 കൈപ്പിടി അല്ലെങ്കിൽ 2 കൈപ്പിടി നിറയെ നമുക്ക് മാക്സിമം മക്കാന കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം കഴിക്കാനായിട്ട് ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈന്തപ്പഴം കഴിക്കാം. 4 മണിക്ക് നട്ട്സൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രം നട്ട്സ് കഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദോശയാണെങ്കിൽ ദോശയ്ക്ക് കറി ഉണ്ടാക്കുക. പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ പ്രോട്ടീൻ അടങ്ങിയതാണ്. ഇപ്പം നമ്മൾ കടലക്കറി കഴിക്കുകയാണെങ്കിൽ കടലക്കറി കൂടുതൽ എടുത്തുകൊണ്ട് ദോശയാണെന്നുണ്ടെങ്കിൽ ദോശ 3 എണ്ണം കഴിക്കുന്നത് 2 എണ്ണം ആക്കുക. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കൂട്ടി കഴിക്കുക. അതുപോലെ തന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മൾ വെള്ളരിയല്ല കുത്തരി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തവിടുള്ള അരി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വൈറ്റ് റൈസ് ഒഴിവാക്കുക. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. വെജിറ്റബിൾസ് കഴിക്കുന്ന വഴി നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും. അതുപോലെ ചെറുപയർ, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് പ്രോട്ടീനും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുട്ട, ചിക്കൻ ഇങ്ങനെയുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പ്രോട്ടീനും കിട്ടും. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് വഴി വൈറ്റമിൻസും മിനറൽസും കിട്ടും. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമല്ല നിങ്ങൾ കഴിക്കാറ്. വൈകിട്ട് നിങ്ങൾ വേറെ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റാഗി ദോശ ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ആണെങ്കിലും റാഗി ആണെങ്കിലും എല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് പ്രോട്ടീൻ്റെയും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ, അതായത് വെജിറ്റബിൾസിൻ്റെയും അളവ് കൂട്ടുക. 8 മണിക്ക് മുമ്പ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോഴും നമ്മൾ ഫുഡ് കുക്ക് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ കഴിക്കുവാണെങ്കിലാണ് ഏറ്റവും നല്ലത്. നമ്മൾ 3 നേരവും കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു നേരം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അതായത് നമുക്ക് രാത്രിയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വെജിറ്റബിൾ സാലഡ്. അതുമല്ലെങ്കിൽ നമുക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചതിന് ശേഷം നമുക്ക് സാലഡ് പോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ലൈറ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മൾ എടുക്കുന്ന അളവും കുറയ്ക്കാനും സാധിക്കും. ഇത് കൂടാതെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്
വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത് തുടങ്ങുക. അതും അല്ലെങ്കിൽ നമുക്ക് ശർക്കര യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചായക്കകത്തൊക്കെ ഇട്ട് കുടിക്കാനാണെങ്കിൽ പനക്കൽക്കണ്ടം യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത്, നമ്മൾ ഇനി മുതലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ മൈദ വാങ്ങുന്നത് ഒഴിവാക്കുക. നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള പാക്കറ്റ് സ്നാക്സുകൾ, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ 4 മണിക്ക് സ്ഥിരം കഴിക്കുന്ന ഒരു പതിവ് പലർക്കും ഉണ്ടാവും. നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ബോധപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാതിരിക്കുക. ഒരു പരിധി വരെ നമ്മൾ ആവശ്യമില്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള പാക്കറ്റ് ഫുഡ്സൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സീഡ്സും നട്ട്സും ഒക്കെ വാങ്ങാനും സാധിക്കും. അടുത്തതായിട്ട് ഫാസ്റ്റ് ഫുഡ്. അത് പലർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വീക്കെൻഡ്സിലൊക്കെ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. മാസത്തിൽ 1-2 തവണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിസയോ ബർഗറോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കൂടാതിരിക്കാനായിട്ട്, അത് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീക്കെൻഡ്സിലൊക്കെ വെളിയിൽ നിന്ന് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഫ്രഷ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 3 മണിക്കൂറിനുള്ളിൽ കഴിക്കുന്ന രീതിയിൽ. കൂടുതലും സ്ത്രീകൾ ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഫുഡ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അവരത് ചൂടാക്കി കഴിക്കുകയും ഫ്രഷ് ആയിട്ട് അന്നേരം ഉണ്ടാക്കുന്ന ഫുഡ് ബാക്കി വീട്ടിലുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളും ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കുക. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് അതാത് ദിവസം ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ശീലം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. ഈ ലോകത്തുള്ള എല്ലാവരും ഈ പറയുന്ന പാക്കറ്റ് ഫുഡ്സും ഇങ്ങനത്തെ അൺഹെൽത്തി ഫുഡുകളും കഴിക്കാറുണ്ടല്ലോ, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ മറ്റുള്ളവരത് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ലയോ, അവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, ഇതൊന്നും നോക്കേണ്ട കാര്യവും ഇല്ല. നമ്മൾ നമ്മളുടെ ഹെൽത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് സമ്പാദ്യം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുത്തിട്ടും കാര്യമില്ല. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരോഗ്യമുള്ളൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾക്കുണ്ട്. ഇനി മുതലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങുക. ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. പോസിറ്റീവ് റേഡിയോ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങളിതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ടേക്ക് കെയർ ഡിയേഴ്സ്. ബൈ.